ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ മോഡലായ ഗറില്ല 450യുടെ ലോഞ്ചിന് പോവാണ്. ഞാനും അപ്പയും കൂടിയാണ് ഇന്ന് ലോഞ്ചിന് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ റോയൽ എൻഫീൽഡ് ഹെറിറ്റേജ് മോട്ടോഴ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അകത്ത് ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹണ്ടർ ഉണ്ട്, ക്ലാസിക് 350 ഉണ്ട്, പിന്നെ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT 650, പിന്നെ ഹിമാലയൻ, പുതിയ ഹിമാലയനൊക്കെ, പുതിയ മോഡൽ ഹിമാലയൻ 450 ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളറ് ഇവരുടെ സിഗ്നേച്ചർ കളർ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കളറ്. ആ കളർ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു കളറ്. കാണുമ്പോൾ നമുക്ക് ചെറിയ വണ്ടിയായിട്ട് തോന്നുമെങ്കിലും അത്ര ചെറിയ വണ്ടിയല്ല. അത് പെർഫോമൻസിന്റെ കാര്യത്തിലായാലും ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലായാലും നമ്മളുടെ ഒരു ലുക്ക് വൈസ് ഉള്ള ഒരു കാര്യത്തിലായാലും അത്ര ചെറിയ വണ്ടിയല്ല. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നത് 17 ലിറ്റേഴ്സ് എങ്ങാണ്ടുമാണ് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ വരുന്നത്. ഞാൻ ഓടിച്ചുകൊണ്ട് പറയുന്നത് അത്രയും വെരി അഗ്രസീവാണ്. 450cc 185 വെയിറ്റ് വരണത്, വെയിറ്റ് റിഡക്ഷൻ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് ലോഞ്ച് ചെയ്യാനായിട്ട് അത്രയും അഗ്രസീവായിട്ടുള്ള ഒരാൾ വേണം. അപ്പൊ അതിന് ഇൻവൈറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടുള്ളത് ശങ്കർ കൃഷ്ണനാണ്. ഗിയർ 1 പറഞ്ഞ ചാനലുണ്ട് യൂട്യൂബ്. വളരെ നന്ദിയുണ്ട് ഈ ഒരു അവസരം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് 2-3 ദിവസം മുമ്പ് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വയനാട്ടിലുണ്ടായ അത് കാരണം നമ്മളത് ശരിക്കും പറഞ്ഞ ചടങ്ങായിട്ട് ഇതിലേക്ക് മാറ്റാൻ ചെയ്യണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും സംസ്ഥാനത്തിന് പ്രവർത്തിക്കാന്നറിയാം. നമുക്ക് വൺവെയിലിങ്ങും ബാക്കി വണ്ടി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പ്രത്യേകം അടുത്തന്നെ നമ്മുടെ 2 ദിവസം നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വരാൻ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്ന് രാമകൃഷ്ണനും നിങ്ങളും പ്ലീസ്, ഞങ്ങളുടെ റൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇവരായിരിക്കും ലോഞ്ച് ചെയ്യുക. നമ്മുടെ എല്ലാ റൈഡുകൾക്കും അല്ലെങ്കിൽ സാറും പ്ലീസ് 3 ആളും കൂടിയിട്ട് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഭാഗത്തും കംപ്ലീറ്റ് സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ്. ഞാൻ നോക്കിയിട്ടുള്ള സംസാരിക്കുമ്പോൾ റീസെന്റ് റിവ്യൂ എടുക്കുന്ന ചെറിയ ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് ഫോറിൻ കമ്പനീസ് ഫീൽഡ് കൊണ്ട് തകർക്കാൻ വേണ്ടി കുറെ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ ഭാഗം പല സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി വളരെ. അപ്പോൾ കൂടുതൽ പൊതുവെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യരുത്. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ലുക്ക് വൈസ്? നമ്മള്
ശരിക്കും മിക്യൂറാണ്, പക്ഷെ ഇതൊരു ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇത് റൈഡ് ബൈ വയറല്ല. ഞങ്ങളുടെ കയ്യിൽ മീറ്റിയോറാ ഇരിക്കുന്നത്. ഈ ആക്സിലേറ്റർ തന്നെ റൈഡ് ബൈ വയറാണ്. അപ്പൊ അതിന്റെ ആ ഫീല് അവസരം ലുക്ക് വൈസും അടിപൊളി. പുള്ളി റോയൽ എൻഫീൽഡിന്റെ റൈഡ്സ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. നമ്മൾ ലോഞ്ചൊക്കെ കഴിഞ്ഞു, വണ്ടി അൺവെയിൽ ചെയ്തു. ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് റെഡി ആയിട്ടില്ല, ഒരു 2 days പിടിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ വണ്ടി ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രം, ഈ ഒരു സ്പേസിൽ മാത്രം ഇവരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഏകദേശം മൺഡേ ട്യൂസ്ഡേയോടുകൂടി റെഡി ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിങ്ങൾ തൃശ്ശൂരാണെങ്കിൽ നിങ്ങൾ പുഴയ്ക്കലുള്ള റോയൽ എൻഫീൽഡ് ഹെറിറ്റേജ് മോട്ടോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൺഡേ ട്യൂസ്ഡേ അല്ലെങ്കിൽ ഒരു വെനസ്ഡേയോടുകൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഗറില്ല 450 മാരക ലുക്കാണ്. ഒരു യൂസർ എക്സ്പീരിയൻസും ഒരു ഫസ്റ്റ് റിവ്യൂവർ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് നമ്മളൊരു റിവ്യൂ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സിലാണ് നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഓട്ടോ ഗീക്ക് സൈനിങ് ഓഫ്.